പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം നയിക്കുന്നത് ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ ബാബു ബ്രദറാണ്. ബാബു ബ്രദറിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശ്രേഷ്ഠമായി നമ്മോട് സംസാരിക്കാനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് മാത്രം ഞങ്ങൾക്ക് വചനം വാഴ്ത്തി നുറുക്കി നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശ്വാസധീരരായി രക്തസാക്ഷിയാകേണ്ടി വന്നാൽ പോലും പിന്മാറാത്ത അത്ര വലിയ വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഇന്നത്തെ വചനക്കേൾവി മുഖാന്തരമായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:28 സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഒരു പ്രജാതി സ്ത്രീയാണ്. അവളുടെ മകൾക്ക് ഭൂതം ബാധിച്ച് അതതിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ. അപ്പോൾ അവൾ അറിഞ്ഞു, യേശുവിൻ്റെ അടുത്ത് ചെന്നാൽ ഉറപ്പായും സൗഖ്യം കിട്ടും. അവൾ വിളിക്കുകയാണ്. യേശുവും വലിയൊരു ജനക്കൂട്ടം വരുന്നുവെന്നറിഞ്ഞിട്ട്, യേശുവേ, ദാവീദ് പുത്രാ, മനസ്സലിയണമേ എന്ന് ചങ്ക് കീറി വിളിക്കുന്നുണ്ട്. യേശു ഗവനിക്കുന്നില്ല. യേശു പറയുക, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ ചെന്ന കാൽക്കൽ വീണ് നമസ്കരിച്ച് എന്നെ സഹായിക്കണമേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യേശു പറയുകയാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന്. അവൾ നായാണ്, അവളുടെ കുട്ടി നായ്ക്കുട്ടിയാണ്. അത് ഇസ്രായേൽ ജനം ജാതികളെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്, നായ്ക്കൾ എന്നാണ്. അപ്പോൾ ആ കാൽക്കൽ നിന്ന് എന്തെങ്കിലും അസഭ്യമൊക്കെ പറഞ്ഞ് തിരികെ പോകേണ്ട ആ സ്ത്രീ മക്കളുടെ അപ്പമെടുത്ത നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ നിമിഷം അവളുടെ വിശ്വാസം ഉജ്ജ്വലിക്കുകയാണ്. അവൾ പറഞ്ഞു, അതെ, അത് മതി യജമാനനെ, അത് മതി, എനിക്ക് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് മതി. പ്രൈസ് ദി ലോർഡ്. അവളുടെ വിശ്വാസം കണ്ടിട്ട് യേശുവിന് അവിടെ നിന്ന് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റിയില്ല. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ ആ മകൾക്ക് സൗഖ്യം വന്നു. ഈ പ്രപഞ്ച കടാഹത്തെ മുഴുവനും നിർമ്മിച്ചവനെ ഒരു പ്രജാതി സ്ത്രീ അവളുടെ വിശ്വാസത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിർത്തി. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയങ്ങൾ ഏതു തന്നെയാണെങ്കിലും ആ വിഷയത്തിന്മേൽ ഹല്ലേലൂയ പരിവർത്തിക്കേണ്ടതിന് വിശ്വാസധീരന്മാരായി തീരുവാൻ ഇന്നത്തെ വചനക്കേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ നല്ല ആവശ്യങ്ങളിൽ ദൈവം തമ്പുരാൻ അളവില്ലാതെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അവരുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ദൈവമേ, അങ്ങയുടെ തൃക്കരം ആ ഭവനത്തിൻ്റെ മേൽ നീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നുവരെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്ത എല്ലാ മക്കളെയും കുടുംബമായി താഴ്ത്തി സമർപ്പിക്കുന്നു. ധ്യാനകേന്ദ്രത്തെ സഹായിച്ചിട്ടുള്ള മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജൂലൈ 10 തീയതി ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തിനായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഈ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സാധിക്കുന്നിടത്തോളം ആളുകളോടൊക്കെ പറയുക. സാധിക്കുന്നിടത്തോളം ആളുകൾ കടന്നു വന്ന ധ്യാനത്തിൽ സംബന്ധിക്കുക. ദൈവം അളവില്ലാതെ അനുഗ്രഹിക്കും. എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെ ധ്യാനമുണ്ട്. അതുപോലെ യൂട്യൂബിൽ തിരുവചനാഗ്നി ധ്യാനം, ഏവൻഗേലിയോൻ സന്ദേശം, ഗൂഗിൾ മീറ്റ്, ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചനധ്യാനം എല്ലാം ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാധ്യസ്ഥം വഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലും ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അനുഗ്രഹീതമായ സെൻറ് തോമസ് ധ്യാനകേന്ദ്രം ഒരുക്കുന്ന തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക്
ഏവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സഭ നമ്മോട് പറയുന്ന തിരുവചനം റോമ ലേഖനം 10-ാം അധ്യായം 9-ാം തിരുവചനമാണ് ഇന്ന് പ്രത്യേകമായിട്ട് സന്ദേശമായിട്ട് ഈ പ്രാർത്ഥന സന്ധ്യയിൽ കർത്താവ് ഒരുക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് കർത്താവ് പറയാൻ ഇന്ന് പ്രേരിപ്പിക്കുന്നത്. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 16:31 ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് ഒരു കുടുംബവും ഒരു വ്യക്തിയും രക്ഷയിലേക്ക് നയിക്കപ്പെടുന്നത് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണെന്ന് ഇന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിശ്വാസം ഇന്ന് മനുഷ്യ മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, അന്യം നിന്ന് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. ഇന്ന് സഭാമക്കൾ പീഡിപ്പിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം എത്രമാത്രം വിശ്വാസത്തിൽ ആഴപ്പെടണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്നേഹമുള്ള ദൈവമക്കളെ, ഇവിടെ നമ്മളോട് പറയുന്ന വിശ്വാസം, ഇവിടെ പറയുന്നത് ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയാൻ, ദൈവം അവനെ മരിച്ചവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ. ഇന്ന് ഹൃദയം കൊണ്ടൊരു വിശ്വാസം ഒരു മനുഷ്യ മക്കളിൽ നിന്ന് കാണാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ മക്കളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോലും യഥാർത്ഥമായ ഒരു വിശ്വാസം അത് ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ആ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുക. ഇന്ന് നമ്മുടെ കാണാൻ സാധിക്കും. ഇന്ന് വിശ്വാസ പ്രമാണം പ്രാർത്ഥന, നമ്മൾ ഓരോ പ്രാർത്ഥിക്കാനായിട്ട് ഓരോ വ്യക്തികളും കടന്നു വരുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥന ചൊല്ലാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ വ്യക്തിയിൽ നിന്ന് എടുത്തു നോക്കിയാൽ ആ വിശ്വാസ പ്രമാണം പ്രാർത്ഥനയിൽ 5 പ്രാവശ്യമെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളിലും എനിക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് ആഴപ്പെട്ടുകൊണ്ടാണോ ഞാൻ ആ പ്രാർത്ഥന ചെല്ലുന്നത്, നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്. അതിൽ ഓരോ കാര്യം പറയുമ്പോൾ സർവശക്തനായ ദൈവത്തോടും നിത്യനായ പരിസരത്തോടും സകല വിശുദ്ധരോടും കർത്താവെ, ആ ഒരു വിശ്വാസം, ദൈവത്തിൻ്റെ വിശ്വാസം, നമ്മൾ പറയുന്ന വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വിശ്വാസം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസ പ്രമാണം പ്രാർത്ഥന ചെന്നതിൽ ഒരു പൂർണ്ണതയില്ല. കാരണം ഇന്ന് സഭ നമുക്ക് തന്നൊരു ഏറ്റവും വലിയ അടിസ്ഥാനമായ സത്യം എന്നൊരു വിശ്വാസ പ്രമാണം പ്രാർത്ഥനയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകുന്നുണ്ട്. പക്ഷേ ആരും അതിൽ 5 പ്രാവശ്യം നമ്മൾ വിശ്വസം പറയുമ്പോഴും ഓരോ പ്രാവശ്യം പറയുന്ന ഓരോ വാക്കുകളിലും എൻ്റെ ഹൃദയത്തെ എത്രമാത്രം ആഴപ്പെട്ട് ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇനിയുള്ള വിശ്വാസ പ്രമാണത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. എങ്കിൽ മാത്രമാണ് നമ്മുടെ വിശ്വാസം എത്രമാത്രം നമ്മൾ വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ആഴപ്പെടാൻ പറ്റുള്ളൂ. ഇന്ന് സ്നേഹമുള്ളവരെ, ഇന്ന് രോഗികളായ മക്കൾ അപ്പോൾ അവിടുന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് നമ്മളോട് ദൈവം പറയുമ്പോൾ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ദൈവം പറയുമ്പോൾ, ആ വാക്കിൽ ദൈവം പറഞ്ഞ ആ തിരുവചനത്തിൽ നമ്മൾ എത്രമാത്രം വിശ്വാസം കൊണ്ട് ആഴപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം ഈശ്വരന് ലഭിക്കുന്നത്. അവൾ ആഴപ്പെട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ്. നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ ബാഹ്യമായിട്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മുടെ യുക്തി കൊണ്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മുടെ ബുദ്ധി കൊണ്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണതയുള്ളൂ. ഇപ്പൊ പറയുന്നുണ്ട്, ഹെബ്രായർ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം പറയുന്നുണ്ട്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. കണ്ടോ, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും
തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും ഉള്ള ഒരു വിശ്വാസം കണ്ടോ. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് അതിൽ പ്രതിഫലമുണ്ട്. നമ്മൾ ആ ഹൃദയം കൊണ്ട് നമ്മൾ കർത്താവിനെ അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രതിഫലമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് കൂടുതൽ കൂടുതൽ പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആയിരിക്കണമെന്ന് എന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് പ്രേരണ തോന്നുന്നു. ഇപ്പം ഇങ്ങനെ പറയാൻ തോന്നിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്തയൂടി പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നു. 2 മഖമായർ 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ അമ്മയും 7 മക്കളെയും കുറിച്ച് പറയണമെന്ന് പ്രത്യേകം എന്നോട് ഈശോ തോന്നിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു രാജാവ് 7 സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടി കൊണ്ടും അടിച്ച് നിഷിദ്ധമായ പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. അവരിൽ ഒരുവൻ അവരുടെ വ്യക്താവെന്ന നിലയിൽ പറഞ്ഞു, ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത്? പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇതാണ് വിശ്വാസം. അവർ പറഞ്ഞു, പിതാക്കന്മാരുടെ പൂർവികരായിട്ട് തന്നിട്ടുള്ള വിശ്വാസം അത് ത്യജിക്കാനായിട്ട് ഞങ്ങൾ ആരും ഒരുക്കമല്ല എന്നാണ് ഇതിലൊരു മകൻ ആ രാജാവിനോട് പറയുന്ന വാക്കിയതാണ്. സ്നേഹമുള്ളവരെ, അവിടെ നമ്മൾ പിന്നീട് കാണുന്നത് എന്താ? അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ വ്യക്താവിൻ്റെ നാവും കൈകളും ഛേദിക്കാനും ശിരസ്സിലെ ചർമ്മം ഉരിയാനാ രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ അവർ തീർത്തും നിസ്സഹായനായപ്പോൾ അവനെ ജീവനോടെ വറച്ചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു. ചട്ടിയിൽ നിന്ന് പുക ഉയർന്നു. മറ്റു സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു, അവിടത്തേക്ക് തൻ്റെ ദാസന്മാരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായി കരുണ കാണിക്കുകയും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം. സ്നേഹമുള്ളവരെ, ഒരു മകനെ വറച്ചട്ടിയിലിട്ട് പൊരിക്കുമ്പോഴും പുക ഉയരുമ്പോഴും മറ്റുള്ള 6 സഹോദരന്മാരും അമ്മയും ദൈവസന്നിധിയിൽ വിശ്വാസം അർപ്പിച്ച് ദൈവം ഞങ്ങളോട് കരുണ കാണിക്കുമെന്നുള്ള ഒരു വിശ്വാസം, ഹൃദയത്തിൽ ആഴപ്പെട്ട ഒരു വിശ്വാസം ദൈവമക്കളെ ഇന്ന് ആ അമ്മയും 7 മക്കളിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അവസാന ഭാഗം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ 7-ാം അധ്യായം 20 മുതൽ ഉള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. കാരണം 7 മക്കളും ഇതുപോലെ മരണം വരിക്കാനായിട്ട് വിട്ടുകൊടുത്തപ്പോൾ ആ അമ്മയെക്കുറിച്ച് പറയുന്നത് ഇതാണ്: ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം സഹിച്ചു. കർത്താവിലുള്ള പ്രത്യാശ എന്ന് പറഞ്ഞ കർത്താവിലുള്ള വിശ്വാസ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. പിതാക്കന്മാരുടെ ഭാഷയിൽ അവരോരോരുത്തരെയും ധൈര്യപ്പെടുത്തി. ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചനാശക്തിയെ പരുഷോദ്യമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്ക് അറിവില്ല. ആ അമ്മ പറയുന്ന ഒരു വാക്കുകളാണ്, ഒരു മകൻ പോലും വ്യതിചലിക്കാതെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മരണം വരിക്കുക. കാരണം പിതാക്കന്മാർക്ക് പകർന്നു നൽകുന്ന ആ വിശ്വാസം നഷ്ടപ്പെടാതെ ദൈവത്തിന് വേണ്ടി വിശ്വാസം അർപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഇതിൽ ഞങ്ങൾക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു കാരുണ്യം, ഒരു ജീവിതമുണ്ട് എന്ന് മറ്റൊരു ജീവിതം ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ആ അമ്മ പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടു എന്ന്. സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു അമ്മയ്ക്ക് പറയാൻ നിങ്ങൾ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എങ്ങനെ അറിവില്ല എന്ന് പറയാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന അമ്മമാർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ ഒരു മകനെ നോക്കി, ഒരു മകളെ നോക്കി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഈ മകൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടു എന്ന് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് പറയാൻ സാധിക്കുമോ? ഇന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ, ഇന്ന് നമ്മളെ വളർന്നു വരുന്ന തലമുറയിൽ ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ
സ്നേഹമുള്ളവരെ, മറ്റുള്ള മാധ്യമങ്ങളിലൂടെ കർത്താവ് ഇന്ന് വിശുദ്ധ ബലിയിൽ, വിശുദ്ധ കുർബാനയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട്, കുടുംബ പ്രാർത്ഥനയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട്, ഒന്ന് വിശുദ്ധ കുമ്പസാരം പോലും വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കളുടെ ഇടയിൽ നിന്ന് ജീവിക്കുമ്പോൾ ഏതൊരു അമ്മയ്ക്ക് പറയാൻ പറ്റും, കർത്താവ് ഈ മകൻ എങ്ങനെ എൻ്റെ ഉദരത്തെ പറയാൻ പറ്റും, വന്ന് പിറന്നു എന്ന് പറയാൻ പറ്റുമോ? സ്നേഹമുള്ളവരെ, ഇതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ചങ്ക് തകർന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് നമ്മൾ തയ്യാറാവുന്നത്. വീണ്ടും ഇവിടെ ആ അമ്മയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് നല്ലതിനാണ്. നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്ക് അറിവില്ല. നിങ്ങൾ ജീവനും ശ്വാസവും നൽകിയതും, നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും, നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല, മനുഷ്യനെ ഉരുവാക്കിയതും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവാണ് നിങ്ങൾക്ക് രൂപം നൽകിയതെന്നാണ് ആ അമ്മ പറയുന്നത്. സ്നേഹമുള്ളവരെ, അത്രമാത്രം ഒരു വിശ്വാസത്തിൽ 7 മക്കളെ വളർത്തിയ ഒരു അമ്മ, അത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ വിട്ടുകൊടുത്ത ഒരു അമ്മയുടെ വിശ്വാസം, ആ അമ്മയുടെ വിശ്വാസം ഇന്ന് ഈ തിരുവചന അഗ്നി നമ്മൾ കേൾക്കുമ്പോൾ എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്കും ആ അമ്മ പകർന്നു തന്ന വിശ്വാസം ആഴപ്പെടട്ടെ. ഇന്ന് വളർന്നു വരുന്ന ഓരോ മക്കളും തളർന്നു പോകുന്ന വിശ്വാസത്തിൽ നിന്ന് തളർന്നു പോകുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ആഴപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ കണിക കർത്താവെ അവിടുന്ന് നീ ഒരുക്കണമെന്ന് ഇന്ന് എല്ലാ മക്കളും ഈ സന്ധ്യയിൽ, ഈ രാത്രിയിൽ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കർത്താവെ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇന്ന് വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ഒരു കൃപാവരദാനത്തിലേക്ക് നമ്മളെ അവിടുന്ന് ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് പറയുന്ന ഒരു വചനം ഇതാണ്: അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അവിടെ പറയാ അതിൽ ആനന്ദിക്കുന്ന കർത്താവ് പറഞ്ഞത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു കടബാധ്യത വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ തകർപ്പെടുന്ന എന്തെങ്കിലും വേദനകൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, നിന്ദനങ്ങൾ, പരിഹാസങ്ങൾ വരുമ്പോൾ കർത്താവ് പറയാ അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾ വ്യസനിക്കേണ്ടി വന്നേക്കാം, അതിൽ നിങ്ങൾ ആനന്ദിക്കാനാണ് കർത്താവ് പറയുന്നത്. അതിൽ നിങ്ങൾ ആനന്ദിക്കുക. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം, അതായിരിക്കണം നമ്മുടെ വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അഗ്നി പരീക്ഷ കടന്നു വരുമ്പോഴും ഇതിലുന്നിൽ എന്നുള്ളത് ആ 7 മക്കളെ അവര് പറഞ്ഞില്ലേ, ദൈവം ഞങ്ങളോട് കാരുണ്യം കാണിക്കുമെന്നുള്ള ഒരു വിശ്വാസം. അതുപോലെ തന്നെയാണ് ഈ പരീക്ഷകളിൽ ദൈവം നമ്മളോട് കാരുണ്യം കാണിക്കും എന്നുള്ള ആഴപ്പെട്ട എൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവേ അവിടുന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അവിടുന്ന് വീണ്ടും ഇങ്ങനെ പറയാണ്: അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ് ദൈവം നമ്മളോട് ഇപ്പോൾ പറഞ്ഞ് നമ്മൾ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച വചനം. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അത് ഹൃദയത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് കർത്താവ് ഈ വചനം കൂടെ പറയുന്നത്. വീണ്ടും നമ്മളോട് പറയുകയാണ്: തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് അവർ ഭാവിക്കുന്നു, എന്നാൽ പ്രവൃത്തികൾ വഴി അവിടത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. 1 തിമോത്തിയോസ് പറയാണ്, 1-ാം അധ്യായം 16 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുകയാണ്: തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് ഭാവിക്കുന്നു, എന്നാൽ പ്രവർത്തികൾ വഴി അവിടത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും എൻ്റെ പ്രവൃത്തി വിശ്വാസം യോജിച്ചതല്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ പ്രവൃത്തികൾ ദൈവത്തിനോട് വിശ്വാസത്തോട് യോജിച്ചതാണോ? ഞാൻ നന്മ ചെയ്യുന്നുണ്ടോ? കാരുണ്യം കാണിക്കുന്നുണ്ടോ? ഒരു വ്യക്തി എൻ്റെ സന്നിധിയിൽ ഒരു സഹായത്തിന് വന്നാൽ,
അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയോട് എൻ്റെ സാമീപ്യം എങ്ങനെയാണ്? അവിടെയാണ് എൻ്റെ പ്രവൃത്തിയിലുള്ള വിശ്വാസം. കണ്ടോ, പ്രവൃത്തി കൂടെ ആ വിശ്വാസം നിർവീര്യമാണെന്ന് പറഞ്ഞിട്ടല്ലോ, നിർവീര്യമാണെന്ന് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെയുള്ള അവസ്ഥയിൽ കാണുമ്പോൾ അത് എൻ്റെ പ്രവൃത്തിയിൽ ആ വിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കാനുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഈ സമയത്ത് കർത്താവ് പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് വിശ്വാസം ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്നതായിരിക്കണം എന്നാണ് നമ്മളോട് വചനം നമ്മൾ പറയാം. വിശ്വാസം ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്നതായിരിക്കണം. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുള്ളൂ എന്ന് ഹെബ്രായർ 3:14 കർത്താവ് വചനം പറയുന്നു. അവിടെ പറയുന്നത് എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾക്ക് നമ്മുടെ പൂർവികർ മാതാപിതാക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ വിശ്വാസം, എൻ്റെ ജീവിത അന്ത്യം വരെ ആ വിശ്വാസത്തിൽ, സത്യ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ഹെബ്രായർ ലേഖനം 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം നമ്മളോട് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ, അവിടെ നമ്മളോട് പറയാണ്, ഏത് വിധത്തിലുള്ള ജീവിത പരീക്ഷകളിലും സഹനങ്ങളിലും വിശ്വാസത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നവനാണ് ദൈവത്തെ അറിഞ്ഞ യഥാർത്ഥ ദൈവഭക്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ പറയുന്ന വാക്ക് കേട്ടോ, ഏത് വിധത്തിലുള്ള ജീവിത പരീക്ഷകളിലും സഹനങ്ങളിലും വിശ്വാസത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നവനാണ് ദൈവത്തെ അറിഞ്ഞ യഥാർത്ഥ ദൈവഭക്തൻ. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായി നാം അനുദിനം തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ നിരന്തരം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ ദൈവഹിതം അനുസരിച്ച് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. നമ്മൾ ഈ വിശ്വാസത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ കർത്താവേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവേ. ഇപ്പം എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ മനസ്സ് തോന്നിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇന്നത്തെ കാലഘട്ടം ക്യാൻസറിന്റെ കാലഘട്ടമായിപ്പോൾ ഏതൊരു വ്യക്തി എടുത്തു നോക്കിയാലും ആ വ്യക്തി ക്യാൻസറാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ? ആ ക്യാൻസറിനെ നമ്മൾ അതിജീവിക്കണം. കാരണം അങ്ങനെ ഒരു രോഗത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകാനുള്ള വിശ്വാസം അല്ല എൻ്റെ വിശ്വാസം. ഇവിടെ പറയുന്നത് ഒരു ദൈവഭക്തൻ അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞ പാറ പോലെയുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസം. ഈ രോഗത്തിൽ നിന്ന് എനിക്ക് മുക്തിയുണ്ട്, എനിക്ക് സൗഖ്യമുണ്ട് എന്ന് ഇത് സൗഖ്യം തരുന്ന ആ കർത്താവുണ്ട് എന്നുള്ള നമ്മുടെ പാറ പോലെ മാറ്റപ്പെടാത്ത ഒരു വിശ്വാസം എനിക്ക് ഉണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, അവിടെ അത്ഭുതം കാണാനായിട്ട് കർത്താവ് നമ്മളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അവിടെ നമ്മളെ ദൈവം ഉപയോഗിക്കുന്നതാണ്. വീണ്ടും പറയാണ് സ്നേഹമുള്ളവരെ, ഈ വിശ്വാസത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാക്കിൽ പറയാൻ എങ്ങനെയാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ ദൃഢമായി വിശ്വസിക്കണം. ദൃഢമായുള്ള വിശ്വാസം കണ്ടോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ത്രിയേക ദൈവത്തിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ് വിശ്വാസം. വീണ്ടും പറയാണ്, തിരുസഭ വിശ്വസിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സത്യങ്ങൾ അത് സ്വീകരിക്കുന്നതാണ് വിശ്വാസം. തിരുസഭ നമ്മളോട് എന്ത് പറയുന്നോ, എന്ത് പഠിപ്പിക്കുന്നുവോ അത് നമ്മൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കുമ്പോഴും സഭയോട് ചേർന്ന്, സഭ നൽകുന്ന പ്രബോധനങ്ങളോട് ചേർന്ന്, സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളോട് ചേർന്ന് ആ സത്യവിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെട്ട് നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ഒരിക്കലും നമ്മുടെ ജീവിതം വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ അപ്പോസ്തലന്മാർ പറഞ്ഞ പോലെ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സന്ധ്യയിൽ നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ നമ്മുടെ കുടുംബം രക്ഷയിലേക്ക് നയിക്കാൻ അവിടുന്ന് പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവർത്തനം 16:30 പറയുന്നല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ജീവിതങ്ങൾ രക്ഷയിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ, രക്ഷയിലേക്ക് അവിടെ കടന്നു വരണമെങ്കിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ വിശ്വാസത്തിൽ ആഴപ്പെട്ടേ മതിയാവൂ. ഒരു വ്യക്തി പറയാണ്, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവ് നമ്മോട് പറയുമ്പോൾ, ഞാനാകുന്ന ഒരു വ്യക്തി എൻ്റെ സഭയോട് ചേർന്ന് നിന്ന്, കൂദാശയോട് ചേർന്ന് നിന്ന്, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന, ഇതിലൊക്കെ നാൾ ആഴപ്പെട്ട് വിശ്വസിച്ച് അനുദിനമായി വിശുദ്ധ ബലി അർപ്പിച്ച് അടിക്കടിക്ക് കുമ്പസാരം സ്വീകരിച്ച് ഞാൻ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്നേഹമുള്ള ദൈവമക്കളെ, പറഞ്ഞല്ലോ, നീ നിന്റെ കുടുംബവും ഞാനാകുന്ന ഒരു വ്യക്തി ആ വിശ്വാസം അർപ്പിച്ച് ജീവിതം നയിക്കുമ്പോൾ എൻ്റെ കുടുംബം മുഴുവനും രക്ഷയിലേക്ക് നയിക്കപ്പെടുമെന്നാണ് നമ്മുടെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു കാര്യം കൊണ്ട് നമ്മൾ തകർന്നു പോകാനോ വിശ്വാസം തകർന്നു പോകാനോ നമ്മൾക്ക് ഇടയാകാതെ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടണം. കണ്ടോ, അമ്മയ്ക്ക് നമ്മൾ വായിച്ചു കേട്ടല്ലോ, അന്ന് മഖബാരുടെ പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ അമ്മ മാത്രമാണ് ആ കർത്താവിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ച ഒരു അമ്മ. ആ അമ്മയാണ് വിശ്വാസം പഠിപ്പിച്ചു തന്നെ. ആ അമ്മയെ മാത്രമേ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലൻ 16:31 കാണുന്ന ആ വചനത്തിന്റെ ആ വലിയൊരു ശക്തി അടങ്ങിയിരിക്കുന്നത് ആ അമ്മയും 7 മക്കളുള്ള അമ്മയിലാണ്. ആ അമ്മ ആ രക്ഷയിലേക്ക് നയിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ആ 7 മക്കളെയും ഒരേ മരണത്തിന് വിധിക്കപ്പെടാനായിട്ട് അമ്മ ഏൽപ്പിച്ചു കൊടുക്കുക. ആ മക്കളും അതേപോലെ വിശ്വാസത്തിൽ ആഴപ്പെട്ടു. അതുപോലെ തന്നെ സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മളും ഇതുപോലെ തന്നെ ആ അമ്മയെപ്പോലെ, ആ മക്കബാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ അമ്മയെപ്പോലെ നമ്മളും ഒരേ ഒരു വ്യക്തി വിശ്വാസത്തിൽ ആഴപ്പെട്ട് നമ്മുടെ ജീവിതം നയിക്കപ്പെടാൻ തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ കുടുംബം അനുഗ്രഹത്തിലേക്ക് വരും. എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് ആഴപ്പെട്ട വിശ്വാസത്തിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഈ തിന്മയുടെ കാലഘട്ടം അറിയാലോ, സഭ പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടങ്ങളാ. ഇന്ന് നമുക്കറിയാം, ഇന്ന് എത്രയോ രാജ്യങ്ങളിൽ ഇന്നത്തെ സഭയെ പീഡിപ്പിക്കുക. അവിടെ തളരാതെ വിശ്വാസത്തിലാണ്. ഇന്ന് വിദൂര രാജ്യങ്ങളിലെ മിഷൻ പ്രവർത്തനത്തിലേക്ക് പോകുന്ന ഒട്ടനേകം വൈദികരും സിസ്റ്റേഴ്സും ആത്മാവരും വിശ്വാസം ത്യജിച്ച് അവർ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ആഴപ്പെട്ട് അവർ ജീവിത ത്യാഗം ചെയ്യുന്ന ആഴപ്പെട്ട് ജീവിക്കുന്ന മക്കളാണ് എന്നുള്ളത്. കാരണം അവരെ കൺമുമ്പിൽ ഇന്ന് മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട ഇന്ന് ഓരോ കർത്താവിന് വേണ്ടി വിദൂര രാജ്യങ്ങളിൽ അധ്വാനിക്കുന്ന വൈദികരും സിസ്റ്റേഴ്സും ചിന്തിച്ചു നോക്കിയേ, അവർ മരണത്തോട് മല്ലടിക്കുക. അവരുടെ വിശ്വാസം അത്രയും ആഴപ്പെട്ട വിശ്വാസം. അവരുടെ ഉള്ളില് ഏറ്റവും ഉള്ളിൽ ഹൃദയത്തിൽ ആഴപ്പെട്ട വിശ്വാസം, ഹൃദയം കൊണ്ട് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ ഒരു ജീവ ത്യാഗം ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഭയമില്ല. കർത്താവിന് വേണ്ടി മരിക്കാൻ അവർക്ക് യാതൊരു ഭയമില്ല അവർക്ക്. അതിന്റെ കാരണം എന്താ? അവരുടെ ഹൃദയത്തിൽ അവര് കർത്താവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ വിദൂര രാജ്യങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ, മരണത്തോട് മല്ലടിച്ച് അധ്വാനിയായിട്ട് ദൈവം ശക്തി പകർന്നു കൊടുക്കുന്നത് അവിടെ വിശ്വാസം, ആഴപ്പെട്ട വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ് പിന്നെ അവിടുന്ന് പറയുന്നുണ്ടല്ലോ, യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസം പ്രവൃത്തിയിലേക്ക് വഴി നയിക്കുന്നു. എൻ്റെ സഹോദരൻ, വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണ് ഉള്ളത്? എന്ത് മേന്മയാണുള്ളത്? ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു വിവിധ രാജ്യങ്ങളിൽ ഇന്നിങ്ങനെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവർ, അവർ പ്രവൃത്തിയാണ്. അവർ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസം മറ്റു മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. കാരണം ഇന്ന് ദൈവത്തെ അറിയാത്ത മക്കള്, ദൈവത്തെ കാണാത്ത മക്കള്, ദൈവത്തെക്കുറിച്ചൊന്നും അറിയാത്ത മക്കള്, കണ്ടോ, അങ്ങനെ ഇരിക്കുന്ന മക്കളെ പ്രവൃത്തിയിലൂടെയാണ് അവർ വിശ്വാസം ദൈവത്തിനോട് പകർന്നു കൊടുക്കുന്നത് കണ്ടോ. അപ്പൊ ഈ വിശ്വാസത്തിന് അവൻ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നെ മുന്നിലേക്ക് വരുമ്പോൾ അവരോട് നമ്മൾ പറയുന്നത് എന്താ? ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ എന്നല്ല അവരോട് പറയേണ്ടത്. അവർക്ക് എന്താണ് ആവശ്യമെന്ന് പറയുന്നതാണ്, നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് വിശ്വാസം. അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിൽ, ഈ സന്ധ്യയിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഇന്ന് ജീവിതത്തിൽ പലതരത്തിലുള്ള അഗ്നി പരീക്ഷകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൽ നകന്നു പോകാതെ
വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാതെ ആ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാൻ, ഈ പരീക്ഷകളെ അതിജീവിക്കാനുള്ള ഒരു വലിയൊരു ശക്തിയും കൃപാവരവും തന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് നല്ല തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ആ അമ്മയും 7 മക്കളും എൻ്റെ ജീവിതത്തിൽ അത് ഒരു കാരണമായി മാറട്ടെ. ആ അമ്മ വിശ്വാസം ത്യജിച്ച് മക്കളെ വിട്ടുകൊടുത്തതുപോലെ എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ വിശ്വാസത്തെ ആഴമായി വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും, നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.